വിഴിഞ്ഞം സമരത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവം. മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ ചീഫ് സെക്രട്ടറി വി.പി. ജോയ് കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവയും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. വിഴിഞ്ഞം സമരം ഏറെ സങ്കീർണമായ സാഹചര്യത്തിലാണ് അനുനയ നീക്കങ്ങളും ഒത്തുതീർപ്പ് ചർച്ചകളും സജീവമായത്. ചീഫ് സെക്രട്ടറി വി.പി. ജോയും ലത്തീൻ സഭ നേതാക്കളുമായി ചർച്ചകൾക്ക് മുൻകൈയെടുത്ത മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ മുൻകൈയെടുത്താണ് ചീഫ് സെക്രട്ടറിയും തിരുവനന്തപുരം ലത്തീൻ രൂപത നേതൃത്വവുമായി ചർച്ചകൾക്ക് കളമൊരുക്കിയത്. ചീഫ് സെക്രട്ടറിയുമായുള്ള ചർച്ചയ്ക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, സമരസമിതി ജനറൽ കൺവീനർ യുജിൻ പെരേര എന്നിവർ എത്തിയിരുന്നു. അതിനുശേഷമാണ് കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിഴിഞ്ഞത്ത് ഇനിയൊരു സംഘർഷം ഒഴിവാക്കണമെന്നാണ് പൊതുവിൽ ഉണ്ടായ ധാരണയെന്നറിയുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തുടങ്ങിയതിന് ശേഷമുള്ള തീരശോഷണം പഠിക്കാനുള്ള വിദഗ്ധ സമിതിയിലേക്ക് സമരസമിതി നിർദ്ദേശിക്കുന്ന ഒരാളെ കൂടി അംഗമാക്കാമെന്ന ഒത്തുതീർപ്പ് നിർദ്ദേശം പരിഗണനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ശനിയാഴ്ച സമരപ്പന്തലിലുണ്ടായ സംഘർഷത്തിലും ഞായറാഴ്ച വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷത്തിലും കേസെടുത്തെങ്കിലും ഉടനടി അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങില്ല. അതേസമയം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന മുഖ്യ വിഷയത്തിൽ ധാരണയായിട്ടില്ലെന്നാണ് സൂചന. അടുത്ത ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തിരുവനന്തപുരം അതിരൂപത സമരസമിതി നേതാക്കളുമായി സംസാരിക്കുന്ന നിലയിലേക്ക് എത്തിക്കാനാണ് മധ്യസ്ഥരുടെ നീക്കം നടക്കുന്നത്. ഷെഗീന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.